ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വരക്കുന്നത് ഒഡേല 2 എന്ന മൂവിയിലെ തമന്നയുടെ ഒരു ചിത്രമാണ്. അപ്പോൾ ഉപയോഗിക്കുന്നത് ഗ്രിഡ് മെത്തേഡിലാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 23 ലൈൻസ് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് 23 ലൈൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളെ റെഫറൻസ് പിക്ക് നമ്മൾ നോക്കിയിട്ട് ഇവിടെ നമ്മൾ 10ാമത്തതും പിന്നെ 11ാമത്തെ ആ ലൈനും ടച്ച് ആയിക്കൊണ്ട് തന്നെ നമ്മളുടെ മുടി സ്റ്റാർട്ട് ചെയ്യാണ്. മുടിയുടെ മുകൾ വശം ഞാനിവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിലേക്ക് പോകുന്ന ചെറിയ ചെറിയ മുടികളൊക്കെ ജസ്റ്റ് ഒന്ന് ഡാർക്കായിട്ട് വരക്കുക. അപ്പോൾ വരക്കാൻ ഉപയോഗിച്ച പെൻസിൽ 2B പെൻസിലാണ്. ആർട്ട്ലിൻ എന്ന ബ്രാൻഡിൻ്റെ 2B പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരക്കുന്നത്. ഓരോ സ്ക്വയറും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുക. ഓരോ സ്ക്വയറും തെറ്റാതെ തന്നെ നമ്മൾ നോക്കി വരക്കാൻ ശ്രദ്ധിക്കുക. ഒരു സ്ക്വയർ നമുക്ക് മാറിക്കഴിഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ പോർഷൻസ് തന്നെ ഫുള്ളായിട്ട് നമ്മൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വളരെ സാവധാനം വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ വരച്ച് വെച്ച് എനിക്ക് ശീലമായതുകൊണ്ട് തന്നെ ഞാനിവിടെ കുറച്ച് സ്പീഡായിട്ട് വരക്കും. നിങ്ങൾ അത് പെട്ടെന്ന് വരക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എപ്പോഴും ഔട്ട്ലൈൻ ഇടുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. പക്ഷേ ഞാനവിടെ നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ കുറച്ച് ഡാർക്കായിട്ട് വരക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന ഭാഗമൊക്കെ നമ്മൾ ചെറുങ്ങനെ വരക്കുക. മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം ലൈറ്റായിട്ട്. ഓക്കെ, ഇത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുടിയുടെ വളവ് അതുപോലെ തന്നെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ജസ്റ്റ് വരച്ചെടുക്കാം. പിന്നെ അധികം ഡീറ്റെയിൽസൊന്നും ഇവിടെ വരക്കേണ്ട ആവശ്യമില്ല. ബാക്കി നമ്മുടെ ഷെയ്ഡിങ്സിൽ നമുക്ക് എല്ലാം റെഡി ആവുന്നതായിരിക്കും. അപ്പോൾ മുടിയുടെ ഉൾവശത്ത് കിടക്കാം. മുടി ഫേസിൻ്റെ, അതായത് തമന്നയുടെ നെറ്റിയുടെ ഭാഗം, അതുപോലെ തന്നെ ആ ഒരു മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറിക്കളിക്കുന്ന മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചിടാം. ഓക്കെ, ഓരോ സ്ക്വയർ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ മുടി എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് ആ ഡയറക്ഷൻ നോക്കിയിട്ട് കറക്റ്റായിട്ട് വരച്ചെടുക്കുകയാണ്. ഓക്കെ, നമുക്ക് താഴോട്ടേക്ക് വളഞ്ഞു നിൽക്കുന്ന ആ മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ജസ്റ്റ് മുടിയുടെ ആ പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഓക്കെ, അതും ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ മുടി ഏതൊക്കെ ഗ്രിഡിലൂടെയാണോ കടന്നു പോകുന്നത് അത്രയും മാത്രം എടുക്കുക. ഒരു ഗ്രിഡിന് നമുക്ക് രണ്ടായിട്ട് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ വരുന്നത് നമ്മൾ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം മാത്രം നമ്മളിവിടെ വരക്കുക. ഡാർക്കായിട്ട് ഒരിക്കലും വരക്കാൻ പറ്റില്ല. നിങ്ങൾ ബിഗിനേഴ്സാണെങ്കിൽ ഒരിക്കലും ഡാർക്കായിട്ട് വരക്കാൻ പറ്റില്ല. നിങ്ങൾ ലൈറ്റായിട്ട് വരക്കുക. ലൈറ്റായിട്ട് വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ കൂടെ നമുക്ക് റബ്ബർ വെച്ചിട്ട് മായ്ച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് മായുന്നതായിരിക്കും. പക്ഷേ ഇങ്ങനെ ഡാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മായ്ക്കാൻ കുറച്ച് പണിയായിരിക്കും. ഓക്കെ, എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ ഡാർക്കായിട്ട് വരക്കുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ കൂട്ടുകാരാണ് ഉറപ്പായിട്ടും ലൈറ്റായിട്ട് വരക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ലൈറ്റായിട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഡാർക്കായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ തമന്നയുടെ നെറ്റിയുടെ ഭാഗമൊക്കെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ വശത്തെ കുറച്ച് മുടിയുടെ ഭാഗംസ് നമ്മൾ വരക്കാം. ഓരോ സ്ക്വയർ നമ്മൾ നമ്പർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ നമ്പർ തെറ്റാതെ കറക്റ്റായിട്ട് നമുക്ക് നോക്കി വരക്കുക. മുകൾ വശം ഓക്കെ റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് റൈറ്റ് സൈഡിൽ കുറച്ച് പാറിക്കളിക്കുന്ന ആ മുടിയൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഓരോരോ ഭാഗങ്ങൾ നമ്മൾ സാവധാനം വരക്കുന്നുണ്ട്. ഓരോ സ്ക്വയറും നമ്മൾ തെറ്റാതെ സൂക്ഷിച്ച് വരയ്ക്കുക. ഓക്കെ, നമ്മുടെ റൈറ്റ് സൈഡിൽ മുടിയൊക്കെ ഏകദേശം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ചുളിഞ്ഞൊക്കെ നിൽക്കുന്ന എല്ലാ മുടിയും നമ്മൾ പാറിക്കളിക്കുന്ന മുടിയൊക്കെ ജസ്റ്റ് ഔട്ട്ലൈൻ ഇട്ട് പോവുക. ഓക്കെ, നമ്മൾ മുടിയൊക്കെ ഏകദേശം റൈറ്റ് സൈഡിൽ മുടിയൊക്കെ നമുക്ക് ലെവലായിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഏകദേശം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാ മുടിയും ചെറിയ ചെറിയ മുടികളൊക്കെ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ആ ഷെയ്ഡിങ്സ് വരുന്ന ഭാഗം മാത്രം ജസ്റ്റ് നമ്മൾ വരച്ച് വിടുക. ബാക്കിയൊക്കെ നമുക്ക് ഷെയ്ഡിങ്സ് റെഡിയാക്കുന്നതാണ്. പിന്നെ നമുക്ക് ഇനി തമന്നയുടെ ആ ഒരു മുകളിലത്തെ ഒരു പൊട്ടുണ്ട്, പൊട്ട് വെച്ച ചൊട്ടയുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, അത് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തേക്ക് എടുക്കാം. റൈറ്റ് സൈഡിൽ കൺപിരികം ഞാൻ വരക്കാൻ തുടങ്ങുകയാണ്. എപ്പോഴും ചിത്രം വരക്കുമ്പോൾ നമ്മൾ എപ്പോഴും മുകളിൽ നിന്ന് താഴോട്ട് വരക്കാൻ ശ്രമിക്കുക. അതായത് ഫസ്റ്റ് തലമുടി വരക്കുക, പിന്നെ കണ്ണിൻ്റെ പിരികം, അങ്ങനെ വരക്കാവുന്നതാണ്. പിന്നെ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് കണ്ണ് വരച്ച് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.
ഓക്കെ, ഇതിപ്പം ഗ്രിഡ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഗ്രിഡ് തെറ്റാതെ നമുക്ക് വരക്കാവുന്നതാണ്. ഓക്കെ ഓക്കെ, നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ കൺപിരിയം വരക്കാം. വളരെ സാവധാനം നമുക്ക് ലെഫ്റ്റ് സൈഡിലത്തെ കൺപിരിയവും നമ്മളിവിടെ വരച്ചെടുക്കുന്നു. നമ്മളിവിടെ വളരെ അടിപൊളിയായിട്ട് തന്നെ 2 പിരികം നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിലേക്ക് കിടക്കാം. താഴത്തെ കണ്ണിലെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ കണ്ണിൻ്റെ പോളകളും കറക്റ്റായിട്ട് നമുക്ക് ആ സ്ക്വയറിൽ ഏതൊക്കെ സ്ക്വയറിലാണ് വേണ്ടത് ആ സ്ക്വയറിൽ നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ലെഫ്റ്റ് കണ്ണ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ ഉള്ളിലത്തെ കൃഷ്ണമണി വരക്കാം. റൗണ്ട് എത്രത്തോളമാണോ ആ കണ്ണ് പോകുന്നത് അത്രത്തോളം മാത്രം വരക്കുക. പിന്നെ കണ്ണിൻ്റെ താഴത്തെ ആ ചുളിവൊക്കെ വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡ് കണ്ണ് കിടക്കാം. സെയിം പ്രോസസ്സ് നമ്മൾ ആ ഗ്രിഡ് നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ ഗ്രിഡിലത്ത് ലൈൻ ടച്ച് ചെയ്തുകൊണ്ട് തന്നെ ഓരോ കണ്ണ് വളരെ സാവധാനം വരക്കുക. ഓക്കെ, റൈറ്റ് സൈഡിലത്തെ കണ്ണ് നമുക്ക് ഏകദേശം ഷേപ്പ് നമുക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ണിൻ്റെ കൃഷ്ണമണി വരക്കാം. ഓക്കെ, ഇത്രത്തോളം നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂക്കിൽ കിടക്കാം. പിന്നെ കണ്ണിൻ്റെ ചെറിയ ചെറിയ ഡീറ്റെയിൽസൊക്കെ ജസ്റ്റ് ലൈൻ ഇട്ടുന്നുണ്ട്. പിന്നെ മൂക്കിൻ്റെ പോർഷൻസ് നോക്കിയിട്ട് ആ ഗ്രിഡിൽ എങ്ങനെയൊക്കെയാണ് പോകുന്നത് ആ ഷേപ്പും അതൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളിവിടെ മൂക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. മൂക്കും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് തമനയുടെ ചുണ്ടാണ് വരക്കുന്നത്. മൂക്കിൻ്റെ പോർഷൻസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഷെയ്ഡിങ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ആ ബേസിക് ഷേപ്പ് വരക്കാം. ആ ഫേസിൻ്റെ ബേസിക് ഷേപ്പ് നമുക്കിനി വരക്കാം. ലെഫ്റ്റ് സൈഡിലെ ആ ബേസിക് ഷേപ്പ് ഞാൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രത്തോളം നമുക്ക് റെഡി ആയിട്ടുണ്ട്. കണ്ണും അതുപോലെ മൂക്കിൻ്റെ ആ പോർഷൻസും നമ്മൾ റെഡിയാക്കി. നമുക്ക് ചുണ്ട് വരക്കാം. ചുണ്ട് ഏതൊക്കെ ഗ്രിഡിലൂടെയാണോ പോകുന്നത് അതേ ഗ്രിഡിൽ നമ്മൾ വളരെ സാവധാനം ശ്രദ്ധിച്ച് വരച്ചെടുക്കുക. ഓക്കെ, നമ്മൾ ലിപ്പും ഏകദേശം മുകളിലത്തെ ചുണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ചുണ്ടും നമ്മൾ വരച്ചെടുക്കുക. ഓക്കെ, വളരെ സാവധാനം ലൈറ്റായിട്ട് നമ്മളുടെ മുകളിലത്തെ ചുണ്ടും താഴത്തെ ചുണ്ടും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി താടി ഭാഗം ജസ്റ്റ് ഒന്ന് വരക്കുക. തമിഴിൻ്റെ താടി ഭാഗം വരച്ചു. അതുപോലെ തന്നെ ഷേപ്പും നമ്മളെ മുഖത്തിൻ്റെ ഷേപ്പും വരക്കുക. ഓക്കെ, ഇപ്പോൾ തന്നെ ഏകദേശം നമുക്ക് ചെറിയൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഷെയ്ഡിങ്ങാണ് ഫുള്ളായിട്ട് നമുക്ക് ഇവിടെ സൂപ്പറായിട്ട് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ബാക്കി വരുന്ന കോസ്റ്റ്യൂംസ് നമുക്ക് വരക്കാം. തമന്നയുടെ ഇട്ടിട്ടിരിക്കുന്ന ഡ്രസ്സ്, അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വരക്കാം. ഓക്കെ, ലെഫ്റ്റ് സൈഡത്തെ നമുക്ക് ക്ലിയർ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി വരുന്ന കഴുത്തിൻ്റെ താഴത്തോട്ടുള്ള ഭാഗം, അതുപോലെ തന്നെ റൈറ്റ് സൈഡത്തെ ആ ഒരു ചെറിയ മാല അതൊന്ന് ജസ്റ്റ് വരക്കുക. ഓക്കെ, മാലയും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ബാക്കി വരുന്ന മുടി താഴത്തേക്ക് മടഞ്ഞിട്ട ചെറിയൊരു മുടിയുണ്ട്, അപ്പോൾ അത് നമുക്ക് വരച്ചെടുക്കാം. ഓരോരോ സ്ക്വയർ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഷേപ്പ് നമ്മൾ നോക്കിയിട്ട് ആ മുടി മടഞ്ഞിട്ട പോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചിടുന്നു. പിന്നെ ഷെയ്ഡിങ്സിലാണ് ഇതിൻ്റെ ഫുൾ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ബാക്കി വരുന്ന ഡ്രസ്സിൻ്റെ ആ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. ഓക്കെ, അത് നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി ചെറിയ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈനിൽ കാണിക്കുക. ഓക്കെ, ഇനി നമുക്ക് റൈറ്റ് സൈഡത്തെ ആ തുണിയും നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, ഇത്രത്തോളം റെഡി ആയിട്ടുണ്ട്. ബാക്കി നമുക്ക് വരുന്ന മാലകളൊക്കെ ജസ്റ്റ് ഒന്ന് വരക്കുക. രുദ്രാക്ഷ മാലയാണ് ഇട്ടിട്ടുള്ളത്, അപ്പോൾ ആ മാലയും നമുക്ക് ഇവിടെ വരച്ചെടുക്കാം. ഓക്കെ, മാലയും നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഓക്കെ, 2 സെറ്റ് മാലയുണ്ട്, അപ്പോൾ 2 സെറ്റ് മാലയും നമ്മളിവിടെ വരച്ചെടുക്കുക. രുദ്രാക്ഷ മാല നമുക്ക് വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിവിടെ ഗ്രിഡ് മെത്തേഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുക. എന്തൊക്കെയാണ് ഡൗട്ട്, എവിടെയൊക്കെയാണ് കറക്ഷൻസ് ഉള്ളത് നിങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ ഷെയ്ഡിങ്സിനെ പറ്റി പഠിക്കാവുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു കൂട്ടുകാരെ.